ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിനവസരം തന്ന എല്ലാ അടിമന്മാരോടും നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടി എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ. പ്രധാനമായും യേശു ക്രിസ്തുവിന്റെ ഉടമ്പടിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചെന്താണ്? ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് തന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പാപമോചനത്തിനുള്ള സ്നാനം സ്വീകരിച്ച് നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവന്റെ പരിശുദ്ധാത്മാവിനെ, അവന്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനവുമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവന്റെ നാമത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ഈ ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പം ഗ്രഹത്തോട് ചെയ്യുവാനുള്ള നിയമം അല്ലെങ്കിൽ ഉടമ്പടി, അതായത് പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ വിജാതീയരായ ക്രിസ്ത്യാനികളുമായോ ഉണ്ടാക്കിയതാണെന്ന് ബൈബിൾ ഓരോയിടത്തും പറഞ്ഞിട്ടില്ല. അതായത് പഴയ നിയമത്തെ അബ്രഹാം വേരുകളുള്ള ഉലു വൃക്ഷത്തിന്റെ ശാഖകളുമായ സന്തതി പരമ്പര, അതായത് ഇസ്രായേൽ ഗോത്രങ്ങളുമായി ഒട്ടിച്ചതിനാലാണ്. അതായത് ഇവർ പുതിയ നിയമ ഉടമ്പടിയിൽ പങ്കുചേരുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ഈ പുതിയ ഉടമ്പടി കൊടുത്തപ്പോൾ അവരെല്ലാവരും എന്താണ്? ഇസ്രായേലിലായിരുന്നു. അതായത് പുതിയ നിയമ സഭയുടെ ആരംഭം മുതൽ കുറെ വർഷങ്ങളോളം അതിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും യഹൂദ മതത്തിലേക്ക് ചേർന്നവരോ ആയിരുന്നു. പിൽക്കാലത്ത് കൂടുതൽ വിജാതികർ എന്താണ്? സഭയിൽ വന്നു. അധികം വൈകാതെ സഭാ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിജാതികരിൽ നിന്നുള്ളവർ ആയിരുന്നു എന്നുള്ള സ്ഥിതിയുമായി. എന്നിരുന്നാലും ഈ ഉടമ്പടി ഇസ്രായേലുമായി ഉണ്ടാക്കിയതാണ്. ദൈവം ഇസ്രായേൽ ജനതയുമായുള്ള ഈ ഉടമ്പടി ഭാവിയിൽ നിവർത്തിക്കുമെന്ന സത്യത്തിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലുള്ളവർ ആബാ പിതാവി എന്ന് വിളിക്കുന്നതിനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവർക്ക് ലഭിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ എന്താണ് പുതിയ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്റെ പുതിയ നിയമം അല്ലെ, 31-ാമത്തെ വാക്യത്തില് നമ്മൾ കണ്ടു. യിരെമ്യാവിന്റെ പുസ്തകം 23-5 നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവ് 23-5 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് 1 തിമോഥെയോസ് 3:16 പറയുന്നു. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവം ദാവീദിന്റെ സന്തതിയിൽ മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു. സംഖ്യാപുസ്തകം പറയുന്ന പ്രകാരമാണെങ്കിൽ ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ മനുഷ്യനല്ലാത്ത ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും നമുക്ക് ഇനി ലഭിക്കുവാനില്ല. ക്രിസ്തയേശുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും ഇനിയില്ല. മറ്റൊരുതിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ തന്നിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. ആ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യഹോവയുടെ നാമമല്ല, തൃത്വനാമമല്ല, ത്രിയേക നാമമല്ല എന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ വേറൊരു രക്ഷയും ഇനി നിങ്ങൾക്ക് ലഭിക്കത്തുമില്ല, ലഭിക്കാൻ പോകുന്നുമില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ. അപ്പോ ദൈവനാമത്തിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ,
ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരെ ദൈവം എന്ത് ചെയ്തില്ല, പരിഗണിക്കുകയില്ല. വളരെ വ്യക്തമായ കാര്യമാണ്. ഇതെല്ലാം ദൈവം നമ്മളോട് ദൈവത്തിന്റെ വചനത്തിലൂടെ അവൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഞാനിവിടെ ഓർപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോ നമ്മള് കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ഇസ്രായേൽ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് ഈ യഹോവയായ ദൈവം പറയുകയാണ്, അല്ലെ? അപ്പോൾ നമ്മൾ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 30-3 നമ്മൾ കാണുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 30:3 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്. 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, ഞാൻ ഇസ്രായേലിലും യഹൂദയുമായ എൻ്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റുവാനുള്ള കാലം വരും, എൻ്റെ ജനമായ ഇസ്രായേലിലും യഹൂദയും പുനരുദ്ധരിക്കുമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ദൈവനാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ ഉടമ്പടികൾ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 61:8 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 61:8 61-ാം അധ്യായം 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ശാശ്വത നിയമം എന്ന് പറഞ്ഞാൽ ഉടമ്പടി. ഇസ്രായേലിന് ഒരു രാജ്യം എന്ന നിലയിൽ നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നുള്ളതിനുള്ള കാരണങ്ങൾ ദൈവം അനേകം വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യുന്നു? ഇസ്രായേലിന് നൽകി. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യിരെമ്യാവിന്റെ പുസ്തകം യിരെമ്യാവിന്റെ പുസ്തകത്തിലാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, എല്ലാം എന്താണ്? ഒരു ഉടമ്പടിയുടെ ദൈവത്തിന് എല്ലാത്തിനും എന്താണ്? ഒരു ഉടമ്പടി ഉണ്ട്. ആ ഉടമ്പടിയിലൂടെയാണ് ദൈവം ഇവയൊക്കെയും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. എല്ലാം അങ്ങനെ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും ചെയ്യുവാനിരിക്കുന്ന ആ ഒരു കാര്യം, അല്ലെ? യിരെമ്യാവിന്റെ പുസ്തകം 32:40 നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവിന്റെ പുസ്തകം 32:40 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 40-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും, അവരെന്നെ വിട്ടുമാറാതിരിപ്പാൻ. അപ്പോ പ്രതിപാദിക്കുന്ന പുതിയ ഉടമ്പടി ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. അതിന്റെ ഉദ്ദേശത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. മോശയ്ക്ക് നൽകിയ ഉടമ്പടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ ഉടമ്പടി നിത്യ ഉടമ്പടിയായി എന്നേക്കുമുള്ളതായിരിക്കും. അപ്പോ യെശയ്യാവ് 55:3 വരുമ്പോ 55:3 രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്. 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ, ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും എന്ന് അവിടെ കാണുന്നു. അപ്പോ ശാശ്വത നിയമം എന്ന് പറയുമ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വം ദൈവം ദാവീദിന് വാഗ്ദത്തം നൽകി. യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിലൂടെ ഇത് നിവൃത്തിയായി. അതായത് യെശയ്യാവിന്റെ പ്രവചനങ്ങളിൽ ക്രിസ്തു യേശുവിനെ രാജാവായി തുടർച്ചയായി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം കാലാകാലങ്ങളായി ഓരോ ഉടമ്പടികൾ നമ്മുടെ മുമ്പില് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ ദൈവത്തിന്
ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അവന്റെ നിയമം നമ്മളോട് ചെയ്യുമ്പോൾ അവൻ എന്താണ്, ഞാൻ അവർക്ക് ദൈവമായും എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അതുപോലെയാണ് മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പറയുമ്പോൾ അതേ കാര്യം തന്നെയാണ് ദൈവവചനത്തിൽ പറയുന്നത്. മറ്റൊരുത്തനും രക്ഷയില്ല, വേറൊരുത്തനും രക്ഷയില്ല എന്ന് പറയുമ്പോൾ അതൊരു നിയമമായി അനുസരിക്കുവാൻ നമുക്ക് കഴിയണം. കാരണം അത് കഴിയാതെ മൂന്ന് പേരാണ് എന്ന് പറഞ്ഞ്, മൂന്ന് വ്യക്തിത്വങ്ങളാണെന്നും മൂന്ന് ദൈവങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ എന്താണ്, ഞാൻ അവർക്ക് ദൈവമായിരിക്കും എന്ന് ലേവ്യ പുസ്തകം 26:12 വളരെ വ്യക്തമായിട്ട് പറയുന്നു. 2 കൊരിന്ത്യർ 6:16 നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 6:16 നമ്മൾ കാണുന്നു. 6:16 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകും എന്നാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ദൈവമക്കളിൽ എന്താണ്, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പെന്തിക്കോസ് നാളുകളിൽ പറഞ്ഞത്. പെന്തിക്കോസ് നാളിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ജനസമൂഹത്തോട് പറഞ്ഞതായിട്ട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താകും? 6:16 എന്താണ് പറഞ്ഞത്? പറയുന്ന കാര്യം എന്താണ്? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കും. ആര്? ദൈവം, അതായത് യേശു ക്രിസ്തുവാകുന്ന ദൈവം അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവമാകും, അവർ എനിക്ക് ജനവുമാകും. പഴയ നിയമത്തിൽ യഹോവയായിട്ട് ജനങ്ങളിൽ പ്രവർത്തിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ അവൻ യേശു ക്രിസ്തുവായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏകദൈവം ഏകനാമത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അക്കാര്യം നമ്മൾ ആരും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ദൈവനാമത്തിലുള്ള വിശ്വാസം, ദൈവ വചനത്തിലുള്ള വിശ്വാസം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വിട്ടുകളയരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ തരുണത്തിൽ ഓർപ്പിക്കുവാനുള്ള കാര്യം. ദൈവത്തിന്റെ ഉടമ്പടികൾ അനുസരിക്കുവാൻ നമുക്ക് പ്രാപ്തമായി കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ നിത്യതയ്ക്ക് കോട്ടം തട്ടാതെ നിത്യതയ്ക്ക് അവകാശം കിട്ടുവാൻ നിങ്ങൾക്ക് സഹായകമാകും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ നമ്മൾ പറയുന്നു എന്താണ്, ഒരു നിയമം ചെയ്യുമെന്ന് വളരെ വ്യക്തമായി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ അവർക്ക് ദൈവമായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ ദൈവമാകണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോ ഹൃദയങ്ങളിൽ എഴുതും. അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഹൃദയങ്ങളിൽ എഴുതും. എന്താണ് ഹൃദയങ്ങളിൽ എഴുതുന്നത്? പഴയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം കൽപ്പലകകളിലായിരുന്നു എഴുതിയിരുന്നത്. പുറപ്പാട് പുസ്തകം 31:8 നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 31:8 31:8 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മേശയും അതിന്റെ ഉപകരണങ്ങളും, തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളും എല്ലാം, ധൂപപീഠവും ഹോമപീഠവും അതിന്റെ ഉപകരണങ്ങളും എല്ലാം, തൊട്ടിയും അതിന്റെ കാലുകളും, വിശേഷ വസ്ത്രങ്ങളും, പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങളും, പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും, അഭിഷേക തൈലവും സുഗന്ധവർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ച പോലെയൊക്കെയും അവർ ഉണ്ടാക്കും. അപ്പൊ ദൈവം ഓരോ കാലങ്ങളിൽ ഓരോ കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യാണ്? ഉടമ്പടി പറയുകയാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണ കൽപ്പലകളിലാണ് അത് എഴുതിയിരുന്നത്. കാരണം ഇവയെല്ലാം എഴുതിയിരുന്നത് ദൈവത്തിന്റെ കൽപ്പലകളിലാണ്. 2 കൊരിന്ത്യർ 3:7 നമ്മൾ വായിക്കുമ്പോൾ
2 കൊരിന്ത്യർ 3:7 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണത്തിന്റെ ശുശ്രൂഷ മങ്ങിപ്പോകുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ അത് ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പുതിയ ഉടമ്പടി പ്രകാരം എന്താണ്? ദൈവത്തിന്റെ പ്രമാണങ്ങൾ മനുഷ്യന്റെ മനസ്സിലും ഹൃദയത്തിലുമാണ് രേഖപ്പെടുത്തുന്നത്. 2 കൊരിന്ത്യർ 3:3 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിന്റെ കത്തായ നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനല്ല അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്ന ഒരു പുതിയ സ്വഭാവം, ഒരു പുതിയ ജനനം, ഒരു പുതിയ സൃഷ്ടി, ഇവ ആന്തരിക പരിവർത്തനത്തെ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുമ്പോൾ 5:17 നമ്മൾ കാണുകയാണ്, 17-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് നീങ്ങിപ്പോയി, ഇതെല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തൃത്വത്തിലല്ല സ്നാനം ഏൽക്കേണ്ടത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാലേ ഈ പറയുന്ന സംഗതികൾ ലഭിക്കുകയുള്ളൂ. 5:17 പറയുന്നത്, 2 കൊരിന്ത്യർ 5:17, അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലാകുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവന് പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് നീങ്ങിപ്പോയി എന്നും എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു എന്നും ഇതൊക്കെ ദൈവത്തിൽ നിന്നാകുന്നു. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിക്കുകയും നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തരികയും ചെയ്തിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്ന ഒരു പുതിയ സ്വഭാവം, ഒരു പുതിയ ജനനം, ഒരു പുതിയ സൃഷ്ടി, ഇവ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ പുതിയ ഉടമ്പടി ഉൾക്കൊള്ളുന്നത്, അതായത് എഫേസ്യരുടെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എഫേസ്യരുടെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പുതിയ ഉടമ്പടി ഉൾക്കൊള്ളുന്നത് എന്താണ്? പുതിയ ആന്തരിക പരിവർത്തനം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതുകൂടാതെ ഒരു വ്യക്തിക്കും പുതിയ ഉടമ്പടിയുടെ പങ്കാളിയാകുന്നതിൽ സാധ്യമല്ല എന്നുള്ള കാര്യം ഈ വചനത്തിലൂടെ വ്യക്തമാകുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധൻ നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനം കേട്ട എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കണം കർത്താവ്. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിച്ച് കഴിഞ്ഞ സ്വത്രം മാനവും മഹത്വം ചിന്തകളുമില്ല യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ളതിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്വത്രം.